കൊല്ലം ചന്ദനത്തോപ്പ് ITIയിൽ NDA സ്ഥാനാർത്ഥിയെ തടഞ്ഞ SFI പ്രവർത്തകർ വോട്ട് തേടിയെത്തിയപ്പോഴാണ് സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ SFI പ്രവർത്തകർ തടഞ്ഞത്. SFIയുടെ കലാലയത്തിൽ BJPക്ക് പ്രവേശനമില്ലെന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധം. ഇത് ABVP പ്രവർത്തകർ ചോദ്യം ചെയ്തതോടെയാണ് സംഘർഷമുണ്ടായത്. സുജിത് സുരേന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. സുജിത്ത്, കൊല്ലം NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ പ്രചരണ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം ഉടലെടുത്തത്. ഇപ്പോൾ എന്താണ് സാഹചര്യം? അമ്പിളി, ഈ ഒരല്പം ഒരു മണിക്കൂർ മുമ്പാണ് NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജി ചന്ദനത്തോപ്പിലെ ഗവൺമെൻറ് ITIയിലേക്ക് എത്തിയത്. അവിടെ വോട്ട് തേടി എത്തിയപ്പോൾ ABVPക്കാണ് ഇവിടെ യൂണിയൻ ഭരണം. അവർ യൂണിയനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് സ്വീകരണവും ഒപ്പം തന്നെ ഇവിടുത്തെ വിരമിക്കുന്ന അധ്യാപികയ്ക്കൊരു യാത്രയയപ്പ് ചടങ്ങുമായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ ചടങ്ങിലേക്ക് NDA സ്ഥാനാർത്ഥി എത്തുമ്പോഴായിരുന്നു ഇവർ കൈകോർത്ത് പിടിച്ചുകൊണ്ട് കലാലയ കവാടത്തിൽ സ്ഥാനാർത്ഥിയെ തടഞ്ഞത്. ഇവിടേക്ക് അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവിടേക്ക് NDA സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ BJPക്കാർക്ക് ഇവിടേക്ക് പ്രവേശനമില്ല എന്ന രീതിയിൽ ഗോ ബാക്ക് മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടായിരുന്നു അവർ തടഞ്ഞത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും വിശദാംശങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നതിന് വേണ്ടി NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജി അമൃത വാർത്തകൾക്കൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? അല്ല, വേറൊന്നുമല്ല. അവർ നമ്മളെ ഒന്ന് ഭയപ്പെടുത്തിയോ അല്ലെങ്കിൽ ആക്രമിച്ച് നമ്മളെ ഭയപ്പെടുത്തി ഇവിടുന്ന് കൊല്ലത്തുനിന്ന് ഓടിച്ചോളാമെന്ന് വിചാരിച്ചു. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ വന്ന് 15 കൊല്ലമായി. ഇതിനും വലിയ സംഭവങ്ങളൊക്കെ കോളേജിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ശ്രീ മുകേഷും ശ്രീ പ്രേമേന്ദ്രനും അവരെല്ലാം ഇവിടെ നിന്ന് വോട്ട് അഭ്യർത്ഥിച്ചിരിക്കുന്നു. പക്ഷേ നരേന്ദ്രമോദിക്കും കൃഷ്ണകുമാറിനും ഇതിനകത്തോട്ട് പ്രവേശനമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവേശിക്കണമല്ലോ, വോട്ട് ചോദിക്കണം. അത് സംഘർഷം ഉണ്ടാക്കാനല്ല, ജനാധിപത്യ രീതിയിൽ നമ്മൾ വന്ന് വോട്ട് ചോദിക്കുന്നു. മറ്റ് 2 സ്ഥാനാർത്ഥികൾ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ആക്രമിച്ച് നമ്മളെ ഭയപ്പെടുത്തി ഓടിക്കുക എന്നുള്ളതാണെങ്കിൽ അത് മനസ്സിൽ മാത്രം വെച്ചാൽ മതി. അതിവിടെയല്ല, ഒരിടത്തും നടക്കാൻ പോകില്ല. കാരണം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അത് മനസ്സിൽ വെച്ചേക്കുക. ശരിക്കും ഇവിടെ കഴിഞ്ഞ സിദ്ധാർത്ഥൻ്റെ സംഭവമൊക്കെ നടന്നൊരു പശ്ചാത്തലമാണുള്ളത്. അതെല്ലാം പ്രതികൂട്ടിൽ നിൽക്കുകയാണ് SFI. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടേക്കും കൊല്ലത്ത് എത്തിയപ്പോൾ ഇത്തരത്തിലൊരു ദുരനുഭവം നേരിട്ടതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിൽ പരാതി, അങ്ങനെ എന്തെങ്കിലും നടപടികളിലേക്ക് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഈ ISIS മോഡലുള്ള രീതിയിലുള്ള ആക്രമണമുണ്ട്. അതെല്ലാം SFIയുടെ പിള്ളേരെ കൊണ്ട് കോളേജുകളിൽ എടുത്ത് ഭയമുണ്ടാക്കി സമൂഹത്തിൽ പാനിക്ക് സൃഷ്ടിക്കുക എന്ന് പറയും. ഇവർക്ക് പരാജയം ഈ തീർന്നു. ഈ പാർട്ടി അണയാൻ പോകുന്നൊരു തീ ഇത് മാത്രമാണ്. ഈ കനൽത്തരി മാത്രമായി കഴിഞ്ഞു. ഇനി ഇവരില്ല. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ആ പരാജയത്തിൽ നിന്ന്, ആ പരാജയ ഭീഷണിയിൽ നിന്ന് ഇവരെന്താ ചെയ്യുന്നത്? മറ്റുള്ളവരെ ഭയപ്പെടുത്തുക, പറഞ്ഞു ഓടിക്കാൻ നോക്കുക. ഇത് ഇവർ തന്നെ സ്വയം മനസ്സിലാക്കുക. നിങ്ങളുടെ ശവക്കുഴി തോണ്ടുകയാണ്. അല്ല, വേറൊന്നും എനിക്ക് അവരോട് പറയാനില്ല. കാരണം കോളേജിൽ വരുന്നത് പഠിക്കാനാണ്, പഠിച്ചിട്ട് പോവുക. അധ്യാപകർക്കെതിരെ തിരിയുക, കോളേജിൽ വോട്ടഭ്യർത്ഥിച്ച് വരുന്ന ഒരു ജനാധിപത്യ രീതിയിൽ വോട്ടഭ്യർത്ഥിച്ച സ്ഥാനാർത്ഥിക്കെതിരെ ആക്രമണം അഴിച്ചുവിടുക. ഇതൊന്നും ഒന്നിനും പരിഹാരമല്ല. ഇത് ആലോചിച്ചോളൂ. നിങ്ങളുടെ നാശത്തിനെ ഇത് ഉപകരിക്കത്തുള്ളൂ ഈ സംഘർഷം. ഫാസിസ്റ്റിൻ്റെ അങ്ങ് അറ്റയമല്ലേ നടക്കുന്നത്? ഫാസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വാക്കായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത്. സിദ്ധാർത്ഥൻ്റെ കേസ് ഫാസിസമാണ്, തീവ്രവാദമാണ്. തീവ്രവാദത്തിൻ്റെ ഭാഗമാണ് ഇന്നിവിടെ കാണിച്ചത്. ഈ ആക്രമണം അഴിച്ചുവിട്ട് ഈ കോളേജ് ഭരിക്കുന്നത് ABVPയുടെ പിള്ളേരാണ്. ഈ മണ്ഡലം ഭരിക്കുന്നത് BJPയാണ്. ഈ ഭാരതം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഇത് ആരോടെ കളിക്കുന്നത്? ആകെ കേരളത്തിൽ മാത്രം ഇങ്ങോട്ട് കിടക്കുന്ന ഒരു ചെറിയ പാർട്ടി. അവരേക്ക് എന്ത് പറയാനാണ്? ഇവർ നമ്മളെ എന്താ ഓലപ്പാമ്പിനെ കാണിച്ച് വരട്ടുന്നു എന്നറിയില്ലേ? അതായിട്ട് നമുക്ക് തോന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ സംഘർഷം ഇഷ്ടമല്ല. അവിടെ വന്ന് സംസാരിച്ച് നമുക്ക് പറയാനുള്ള പറഞ്ഞിട്ടേ പോകുന്നു ഞങ്ങൾ തീരുമാനിച്ചതിൻ്റെ കാരണം അതാ. അല്ലെങ്കിൽ ഈ ഒരു സംഘർഷത്തിനോട് യാതൊരു താല്പര്യമുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. ശേഷം അങ്ങ് എല്ലാവരെയും കണ്ട് വോട്ട് തേടിയതിന് ശേഷമേ മടങ്ങുന്നുള്ളൂ. നമ്മൾ ഇവിടെ ഒരു കാര്യത്തിന് വന്നിട്ടുണ്ടെങ്കിൽ കാല് മുന്നോട്ട് വെച്ച് മാത്രമേ ശീലമുള്ളൂ. സംഘപ്രവർത്തകനാണ്, പിന്നോട്ട് പോകില്ല. നമുക്ക് റിവേഴ്സ് ഗിയർ ഇല്ല, നമുക്ക് ഫോർവേഡ് ഗിയർ മാത്രമേ ഉള്ളൂ. പരാതി നൽകുന്ന കാര്യത്തിൽ പരാതി ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. പോലീസിലും കൊടുത്തു, ഇലക്ഷൻ കമ്മീഷനിലും കൊടുക്കുകയാണ്. കാരണം സ്ഥാനാർത്ഥി ആക്രമിക്കുകയാണ്. നമുക്ക് വേണ്ട സുരക്ഷ തരണം. അത് സംസ്ഥാന സർക്കാർ തന്നില്ലെങ്കിൽ അത് കേന്ദ്ര സർക്കാരിലോട്ട് നമ്മൾ എഴുതിയറിയിക്കും. ഇന്ന് മുഖ്യമന്ത്രി കൊല്ലത്തുണ്ട്. മുഖ്യമന്ത്രിക്ക് കനത്ത സുരക്ഷയും ഒക്കെയായി പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൊടുക്കണം, അതിനൊന്നും കുറയ്ക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, ബഹുമാനമുണ്ട്. പക്ഷേ അതുപോലെ ഇവിടെ ജീവിക്കുന്ന സാധാരണ വ്യക്തികൾക്കും ഇതുപോലൊരു സുരക്ഷ ജീവിതത്തിൽ ഉണ്ടാകണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മുഖ്യമന്ത്രിയെ പോലെ തന്നെ മറ്റുള്ളവരും സുരക്ഷിതമായി ജീവിക്കണം. അതായത് സ്ഥാനാർത്ഥി പറയുന്നത് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകാൻ തന്നെയാണ് പരാതി നൽകി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഒരു അനിഷ്ട സംഭവം നടന്നിരിക്കുന്നു. ഇതിൽ മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെയാണ്. എല്ലാവരെയും കണ്ട് വോട്ട് തേടിയതിനു ശേഷം മാത്രമാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്.